അപ്പോൾ നമ്മൾ കൂന്തലിൽ നിറച്ചത് കപ്പ കൂന്തൽ നിറച്ചത് ഇത് ശരിക്കും കപ്പ കൂന്തൽ നിറച്ചത് ആരുടെയാണ് ശരിക്കും ക്രിയേറ്റിവിറ്റി? ഇവിടെ കണ്ടുപിടിച്ചത് കപ്പ ക്ലബ്ബ് കണ്ടുപിടിച്ചാണ്. അപ്പോൾ കപ്പ ക്ലബ്ബ് കണ്ടുപിടിച്ചതാണ് കൂന്തൽ, നല്ല കൂന്തലിൽ നിറച്ച കപ്പ. ശരിക്കും ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ മിക്സ് വരുന്ന ഉള്ളിൽ? ഇതിനകത്ത് മീനും കപ്പയും കൂടി മസാല ഇട്ട് മീൻ ഫില്ല് ഇത് മീൻ കീമ പോലെ അല്ലേ ശരിക്കും മീൻ ഇത് കണ്ടോ നല്ല കീമ പോലെ ആക്കി എടുത്തേക്കാണ്. അപ്പം അതും മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് വരട്ടി സ്റ്റഫ് ചെയ്യാൻ കൂടി മിക്സ് ചെയ്തിട്ട് കൂന്തലിൽ നമ്മൾ സ്റ്റഫ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇത് കൂടാണ്ട് വേറെ എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ്? പിന്നെ ചെമ്മീൻ ഇടിച്ചതും കപ്പയും പിന്നെ കൂന്തൽ റോസ്റ്റ് ക്രാബ് അങ്ങനെ ഒരുപാട് കുറേ സംഭവങ്ങൾ ഉണ്ടല്ലേ. സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇപ്പോൾ നമ്മളെ പാൻ ചൂടായി, പാൻ മാത്രമല്ല എണ്ണയും ചൂടായി. അതിനകത്തോട്ട് നമ്മൾ ഗാർലിക് നല്ല വെളുത്തുള്ളി ചോപ്പ് ചെയ്ത ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഗാർലിക് കൊടുക്കുക. ഇത്ര അടുത്തുനിന്ന് കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് അമ്മ പറയാറുണ്ട്, ഇപ്പം മനസ്സിലായി. അടുത്തത് നമ്മൾ ചുവന്നുള്ളി ചതച്ചത് രണ്ടും കൂടി ആ എണ്ണയിൽ നമ്മളൊന്ന് വഴറ്റുക. ഇഞ്ചി അല്ലേ, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി പച്ചമുളക് വേപ്പ് പറയാൻ പോലേ വേപ്പില ശരിക്കും വഴറ്റുക, നന്നായിട്ടിട്ട് സോട്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ കഴിച്ചാൽ നമ്മൾ ഈ മീനിൻ്റെ കീമ അല്ലേ ഇട്ട് കൊടുക്കുകയാണ്. മീനിൻ്റെ കീമ നമ്മൾ അതിനകത്തോട്ട് ഇടുകയാണ്. ഇത് എന്ത് മീനാണ് ശരിക്കും? നമ്മൾ ഇതിപ്പോൾ നമ്മൾ മോതയാണല്ലേ. നന്നായിട്ടൊന്ന് ശരിക്കും വേവണം അല്ലേ മീൻ? ഇത് നമ്മൾ ശരിക്കും മീൻ നന്നായിട്ടൊന്ന് എന്താ പറയുക ശരിക്കും സോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വേവത്തില്ല. നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ശരിക്കും നന്നായിട്ട് വേണം. കറുത്തു തുടങ്ങി, നടുവിനൊക്കെ ഒന്ന് എന്താ പറയുക കരിഞ്ഞു തുടങ്ങി. ശരിക്കും നമുക്ക് മസാല ആഡ് ചെയ്യണം അല്ലേ. ഉപ്പ് ആഡ് ചെയ്യണം, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ശരിക്കും നമ്മൾ വേറെ വെച്ചാൽ കപ്പ എടുത്തത്. എൻ്റെ ബാക്കിലായിരുന്നു കപ്പ. അപ്പോൾ നമ്മൾ കപ്പ എടുത്തിടാൻ പോവാണ്. ഉടച്ചെടുക്കണം. അപ്പോൾ കപ്പ ഉടച്ചെടുക്കുക ശരിക്കും ഫില്ലിംഗ് ആണല്ലോ. അപ്പോൾ ശരിക്കും ഉടയണം. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാം കൂന്തലിലേക്ക് നമ്മളിങ്ങനെ ഇതെടുത്ത് ഫില്ല് ചെയ്യാതെ ആ ഫിഷ് കീമയും നമ്മുടെ കപ്പ ഉടച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് ഇനിയിപ്പോൾ അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? ഇത് നമ്മൾ ഇനി ഒന്ന് ഗ്രില്ല് ചെയ്യണം. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ അല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഏകദേശം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓരോ പീസ് എടുത്ത് അങ്ങോട്ട് വയ്ക്കുക. ശരിക്കും എണ്ണയിൽ അങ്ങ് വെച്ചേക്കാണ്. ഇത് എത്ര നേരം പിടിക്കും? ഇതൊരു 5 മിനിറ്റ് അല്ലേ. ഇത് അധികം എണ്ണയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടോപ്പിംഗ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ആ പാനിന് ടോപ്പിംഗ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രിൽഡായി വരുമല്ലേ. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് എന്താ പറയുക ഫുള്ളായിട്ടില്ലല്ലേ. ഫുള്ളായിട്ടുള്ള ഈ ഭാഗം കഴിഞ്ഞു, ഈ സ്റ്റെപ്പ് കഴിഞ്ഞു, ഗ്രിൽഡായിട്ടുണ്ട്. ഇനി അടുത്തത് സോസാണ്. അപ്പോൾ ഇതായി ഇനി പിന്നെ സോസ് മേലൊരു സോസ് ഉണ്ട്. സോസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാം. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ സോസ് എൻ്റെ പൊക്കത്ത് നമ്മൾ ഇടാനുള്ള സോസ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാം. ആ എണ്ണയും കൂടി എൻ്റെ പൊക്കത്തോട്ട് ഒഴിച്ചു. അപ്പോൾ നമ്മൾ സോസ് ചെയ്യാൻ പോവാണ്. എണ്ണ ഒഴിച്ചു, ഒഴിച്ചു ഗാർലിക് നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് നേരത്തെ ചോപ്പ് ചെയ്ത് തന്നെ അത് തന്നെ ഒരു കുറച്ച് ഇട്ട് ഉപയോഗിച്ചെടുക്കുക. അടുത്ത നമ്മുടെ ഇഞ്ചി എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിനകത്തുള്ള നമ്മൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം വെച്ചേക്കുന്നത്. നമ്മൾ പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള അല്ലേ, നല്ല റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത സവോള,
ക്യാരറ്റ് നല്ല ഷേപ്പിലാണ്, എന്തൊക്കെയോ മറ്റേ ഫ്ലവർ പോലെയൊക്കെ ചെയ്തിട്ടാണ്. അതൊക്കെ ശരിക്കും നമ്മൾ ഇതിൻ്റെ സോസിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുമല്ലോ ശരിക്കും. ഒന്ന് വാടണമല്ലോ. കുറേ ഉണ്ടകളായി, ആ സവോള കുത്തിപ്പിടിച്ച് കുറേ റൗണ്ട്സായി. നമ്മൾ ഇതിൻ്റെ പൊക്കത്തോട്ട് സ്വല്പം മൈദ ആഡ് ചെയ്യാൻ പോവാണ്. ഇച്ചിരി മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി വേണം. അപ്പോൾ മൈദയോടൊപ്പം മഞ്ഞപ്പൊടി വന്നിട്ട് ശരി. എന്താ മഞ്ഞപ്പൊടി അങ്ങനെ ഇടുന്നത് സെപ്പറേറ്റ് ആയിട്ട് മൈദയ്ക്കൊപ്പം? അത് നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി അല്ല, വെളിച്ചെണ്ണ അല്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ശരിക്കും നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്, വീണ്ടും നന്നായിട്ടൊന്ന് വാടുന്നുണ്ട്. അതിലൊരു ക്രീമി ലെയറും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുറച്ച് കീമ കൂടി ആഡ് ചെയ്യുന്നു. കുറച്ച് കീമ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ മൊത്തത്തിലൊരു മീൻ മയാണ് നമ്മുടെ ഇടിച്ചില്ല. കീമേനകത്ത് നമ്മൾ കുറച്ച് കീമ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ പച്ചപ്പ് മാറണമല്ലോ, അതൊന്ന് കുക്കിട്ടായി വന്നല്ലോ. ഇത് സിംഗിൾ സ്നാക്കാണോ അതോ മെയിൽ കോഴ്സാണോ? ഇത് മെയിൻ കോഴ്സായിട്ടും മെയിൻ കോഴ്സാണ് സ്നാക്കുമായിട്ട് യൂസ് ചെയ്യാല്ലേ? കപ്പയുടെ കൂടെ എങ്ങനെയുള്ള ഏതിൻ്റെ ഒപ്പം? കപ്പയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഗ്രേവി എന്തിൻ്റെ കൂടെ? ഗ്രേവി സോസ് ഗ്രേവി ഉള്ള കാരണം ഇത് കറിയായിട്ട് തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ ഒപ്പം നമുക്ക് സ്നാക്ക് പോലെ കഴിക്കാം. ഇങ്ങനെ പതുക്കെ സ്പൂണും വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ തേങ്ങാപ്പാൽ, നല്ല കട്ടിപ്പാലാണ്, കട്ടിപ്പാൽ തന്നെയാണ്. തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നല്ല ഒരു യെല്ലോയിഷ് കളറായി, മഞ്ഞപ്പൊടി എല്ലാം ഒഴിച്ചാണ് ഒരു ക്രീമി കളർ. നല്ല രസമുണ്ട് കാണാൻ. വേപ്പില ഒരു തണ്ട് ഇങ്ങനെ നൈസായിട്ട് ഉരിഞ്ഞങ്ങിട്ട് മീനൊന്ന് കുക്കാവണം. അതിൽ കിടന്ന് തന്നെ പാലിൽ കിടന്ന് തന്നെ ശരിക്കും കുക്കാവണം അല്ലേ? ഏകദേശമായിട്ടുണ്ട്. ബാക്കി പാലും കൂടി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു. അത് ആ രൂപത്തിൽ വലിയ മാറ്റമില്ല, ഇത്രയും കൂടി ലിക്വിഡാണെന്നുള്ളൂ. ക്രീമി അത് അതേപോലെ തന്നെ നിൽക്കുന്നു. തിക്കായിട്ട് വരും, തിളച്ച തിക്കാവും അല്ലേ? അതിനകത്തേക്ക് നമ്മൾ തക്കാളി നന്നായിട്ട് എന്താ പറയുക റൗണ്ടിൽ അരിഞ്ഞത്, ക്യാപ്സിക്കവും റൗണ്ടിൽ തന്നെ അരിഞ്ഞത്, പക്ഷേ റൗണ്ടല്ല ഷേപ്പെന്നുള്ളൂ. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എൻ്റെ സോസ് റെഡി ആയല്ലേ? അപ്പോൾ നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി തല ലാസ്റ്റാണല്ലേ? തല ലാസ്റ്റാണ്. സോസ് ഒഴിക്കുക. നമ്മുടെ നാടൻ കപ്പ ഫില്ല് ചെയ്ത നല്ല കൂന്തൽ, തേങ്ങ പാലിലുണ്ടാക്കിയ നല്ല ഗ്രേവി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മുടെ എന്തായിരുന്നു? കപ്പ, തേങ്ങ കപ്പ. അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാക്കപ്പ നമുക്ക് ഉണ്ടാക്കാം.